വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഒരു സൺഡേ ആണ്. നമ്മൾ ഇവിടെ ജപ്പാനിൽ പല സ്ഥലങ്ങളായിട്ട് സക്കുറ പൂത്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ സക്കുറ കാണാൻ വേണ്ടി ഇറങ്ങിയേക്കാണ്. നമ്മളുടെ അടുത്ത്, നമ്മൾ താമസിക്കുന്നതിൻ്റെ അടുത്ത് ഒന്നും അങ്ങനെ കണ്ടിട്ടില്ല. അതിൻ്റെ ടൈമായി തുടങ്ങിയിട്ടില്ല എന്ന് തോന്നുന്നു. കുറച്ച് ദൂരമുള്ള സ്ഥലത്താണ് ഇപ്പം നമ്മൾ പോകുന്നത്. അപ്പോൾ നമുക്ക് പോവാം. ഇതാ നമ്മൾ വന്നിരിക്കുന്നത് ഫുറ്റാറ്റ്സുക്കെ പാർക്കിലേക്കാണ്. ഇവിടെ പാർക്കിംഗ് കിട്ടാനായിട്ട് കുറച്ച് സമയമെടുത്തു. സൺഡേ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. കുറച്ച് തിരക്കൊക്കെ കാണാനുണ്ട്. ഒരു ചെറിയ പാർക്കിലൂടെ ആട്ടോ നമ്മളീ പോണത്. ഒരുപാട് ആൾക്കാരൊക്കെ കാണാനുണ്ട്. ഇതാ ഒരു പട്ടിക്കുട്ടീനെയും കൊണ്ടിട്ട് ഒരു ചേച്ചി പോകുന്നുണ്ട്. ഇവിടെ ഈ സൈഡിൽ പിള്ളേർക്കൊക്കെ കളിക്കാനുള്ളൊരു സ്ഥലമൊക്കെ ഉണ്ട്. അങ്ങനത്തെ കുറച്ച് നടന്നു കഴിഞ്ഞപ്പോൾ നമ്മളുടെ സ്പോട്ടിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. ചെറി ബ്ലോസത്തിന് ജാപ്പനീസിൽ പറയുന്ന പേരാട്ടോ ഈ സക്കുറ എന്ന് പറയുന്നത്. ജപ്പാൻ്റെ നാഷണൽ ഫ്ലവർ ആയിട്ടാണ് സക്കുറനെ കൺസിഡർ ചെയ്യുന്നത്. ഈ ചെറി ബ്ലോസമായിട്ട് ബന്ധപ്പെട്ട് ഇവിടുത്തെ ജാപ്പനീസുകാരുടെ ഒരു ആചാരമാണ്, ഒരു ട്രഡീഷണൽ ആചാരമാണ് ഹനാമി എന്ന് പറയുന്നത്. ഹനാമി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലവർ വ്യൂ. ഇവിടെ തന്നെ ഇപ്പോൾ ഒരു ഫാമിലീനെ കാണാൻ പറ്റും. ഒരുമിച്ച് കൂടിയിരുന്ന് ഭക്ഷണം കഴിച്ചിട്ട് അവർ വ്യൂ എൻജോയ് ചെയ്യാണ്. അതിനെ തന്നെയാണ് ഇവർ ഹനാമി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടുത്തെ ഒരു വ്യൂ എന്ന് പറയുന്നത് ഈ ഒരു പോണ്ടിന്റെ പേര് മസൂദ പോണ്ട് എന്നാണ്. ഇതിന്റെ ഒരു സൈഡിലാണ് ഈ സക്കുറ മരങ്ങൾ നമുക്ക് കാണാനായിട്ട് പറ്റുക. ഒരു സൈഡ് ഫുള്ളായിട്ടുണ്ട്. ഇനി നമ്മുടെ കുറച്ച് വീഡിയോ പിടുത്തം കാണാം.
ഈ സക്കുറയുടെ ആയുസ് എന്ന് പറയുന്നത് കഷ്ടിച്ചൊരാഴ്ചയുള്ളൂ. ഇതിനിടയിൽ വല്ല മഴയൊക്കെ പെയ്തു കഴിഞ്ഞാൽ ഇത് പൊഴിഞ്ഞു പോകും. അടുത്ത ആഴ്ചയിലൊക്കെ മഴയൊക്കെ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ ഡെസ്റ്റിനേഷൻ കണ്ടപ്പോൾ വേഗം വന്ന് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇനി അടുത്ത ആഴ്ചയിൽ മറ്റ് ഭംഗിയുള്ള മറ്റ് ലൊക്കേഷൻസ് ഉണ്ടെങ്കിൽ നമ്മളത് വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇനി ഇതേപോലെയുള്ള വീഡിയോസായിട്ട് നമുക്ക് ഇനിയും കാണാം. ഓക്കെ, ബൈ.